ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രം 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ പാഠമാണ്. ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. SCERT പാഠപുസ്തകത്തിലെ ഒരു യൂണിറ്റാണിത്. അതിലെ വസ്തുതകളും മോക്ക് ടെസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉള്ളത്. ഈ പാഠത്തിന് ശേഷം ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കിട്ടുന്ന സ്കോർ എത്രയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠമാണ്. ഈ വീഡിയോയ്ക്ക് അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ട്. ആ മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയെന്ന് വെച്ചാൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിന് ആദ്യം തന്നെ രണ്ട് സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. അവർ കഴിച്ച ഭക്ഷണവും അവർക്കിഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിലൂടെ നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നും ഭക്ഷണത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അടുത്ത പേജിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ധാന്യകത്തെക്കുറിച്ചാണ്. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ധാന്യക അഥവാ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണെന്നറിയോ? ധാന്യകമാണ് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ധർമ്മം നിർവഹിക്കുന്നത്. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവ. ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയാണ് ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയോ? ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം പരിശോധിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. എന്താണ്? അയഡിൻ ടെസ്റ്റാണ് അന്നജം പരിശോധിക്കുന്നതിനായിട്ടുള്ള ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണെന്നറിയോ? കടുത്ത നീല നിറമാണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടുത്ത നീല നിറമാണ് ലഭിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ഇതിൽ പറയുന്നത് മാംസ്യം അഥവാ പ്രോട്ടീൻ. അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ എന്നിവയാണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. ഏതൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, സൾഫർ എന്നിവയാണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. ധാന്യകത്തിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ എന്നിവയാണ്. ഓക്കെ, ഇനി ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീനാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഏതാണ്? അത് പ്രോട്ടീനാണ്. ഓക്കെ, ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് എത്രയാണെന്നറിയോ? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് പ്രോട്ടീൻ ലഭിക്കേണ്ടത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് എത്രയാണെന്നറിയോ? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് ലഭിക്കേണ്ടത്. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? വളർച്ച മുരടിക്കൽ, ക്രോഷിയോക്കർ. അപ്പോൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ? ഏതൊക്കെയാണ്? വളർച്ച മുരടിക്കൽ, ക്രോഷിയോക്കർ എന്നിവയാണ് പ്രധാനമായും പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. എന്താണ് ക്രോഷിയോക്കർ എന്നറിയില്ലേ? പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്രോഷിയോക്കർ. ഇത് ബാധിച്ചാൽ ശരീരം ശോഷിച്ച് വയർ വീർത്തുകയും
ചെയ്യും. ശരീരം ശോഷിക്കുകയും വയറ് വീർത്തിരിക്കുകയും ചെയ്യുന്ന അസുഖമാണെന്ത്? ക്രോഷിയോർക്കർ എന്നത് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണത്. ഓക്കെ. അതുപോലെ തന്നെ ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ ഗ്രാം എങ്ങനെയാണെന്ന് ഇതിൽ എഴുതിയിട്ട് പറയുന്നുണ്ട്. അരിയിൽ 6.8, ഗോതമ്പ് 11.8, കശുവണ്ടി 21.2, മത്തിയിൽ 19.6, താറാവ് 21.6, താറാവ് മുട്ട 13.5, കോഴിമുട്ട 13.3, ആട്ടിറച്ചിയിൽ 21.4, പശുവിൻ പാല് 3.2, ചെറുപയറിൽ 24, നിലക്കടലിൽ 17.1 എന്നിങ്ങനെയാണ് പ്രോട്ടീൻ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ഭാഗം കൊഴുപ്പാണ്. എന്താണ് കൊഴുപ്പ്? കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ് കൊഴുപ്പ്. കൊഴുപ്പടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയോ? മാംസം, പാൽ, മുട്ട, നെയ്യ്, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, എണ്ണക്കടികൾ എന്നിവയിലെല്ലാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ്, പ്രധാന ആഹാര ഘടകമാണ് കൊഴുപ്പ്. ഓക്കെ. ഈ കൊഴുപ്പ് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് അടങ്ങിയിരിക്കുന്നത്? മാംസത്തിൽ അടങ്ങിയിട്ടുണ്ട്, പാല്, മുട്ട, നെയ്യ്, മത്സ്യം, പാലുൽപ്പന്നം എന്നിവയിലെല്ലാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി രക്തക്കൊഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. എന്താണ് അപ്പോൾ കൊളസ്ട്രോള്? രക്തക്കൊഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത് പരിശോധിക്കുന്നത് ജീവകങ്ങളെക്കുറിച്ചാണ്, അഥവാ വിറ്റാമിനുകളെ കുറിച്ചാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അതിലാദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ? വിറ്റാമിൻ എ, ഡി, ഇ, കെ, ഇത്രയും 4 എണ്ണം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ബാക്കിയുള്ള 2 എണ്ണം ഏതൊക്കെയാണ്? വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിലാണ് ലയിക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ. ഇനി അതുപോലെ തന്നെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് ചോദിച്ചാൽ അത് വിറ്റാമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയോ? ക്യാരറ്റ്, കരൾ, ചേമ്പില, പാലുൽപ്പന്നങ്ങൾ, ചീര, പയറില, മുരിങ്ങയില എന്നിവയാണ് വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഏതൊക്കെയാണ്? ക്യാരറ്റ്, കരൾ, ചേമ്പില, പാലുൽപ്പന്നങ്ങൾ, ചീര, പയറില, മുരിങ്ങയില എന്നിവയാണ് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്നറിയോ? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എന്നത് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. അതുപോലെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ചോദിച്ചാൽ അത് വിറ്റാമിൻ ഡി ആണ്. മനസ്സിലായോ? ഇനി നോക്കൂ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് ചോദിച്ചാൽ അത് വിറ്റാമിൻ ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി. ഇനി വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എവിടെ ഏതൊക്കെ ഭക്ഷ്യവസ്തുവിലാണെന്നറിയോ? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലാണ് വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്നത്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിലാണ് വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്നത്. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏതിലൊക്കെയാണെന്നറിയോ? പഴങ്ങൾ,
മുരിങ്ങയില, നെല്ലിക്ക, പപ്പായ എന്നിവയിലാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്? പഴങ്ങൾ, മുരിങ്ങയില, നെല്ലിക്ക, പപ്പായ എന്നിവയിലാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്നത്. വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലാണ് വിറ്റാമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കൂ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ എന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. സസ്യ എണ്ണകളിൽ നിന്നാണ് ഈ വിറ്റാമിൻ ഇ കൂടുതലായിട്ട് ലഭിക്കുന്നത്. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്നത്. വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണെന്നറിയോ? അത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ നഷ്ടമാകുന്നു. അതേതാണ്? വിറ്റാമിൻ സി ആണ്. മനസ്സിലായോ? ഇനി അതുപോലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം അഥവാ മിനറൽസ് ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാണ് ചോദിച്ചാൽ ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലാണ് ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയാണ് ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണം ഏതാണ് ചോദിച്ചാൽ അത് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണങ്ങൾ കാൽസ്യവും ഫോസ്ഫറസുമാണ്. ഈ കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുലവണങ്ങൾ ഏത് ഭക്ഷ്യവസ്തുവിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയോ? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ്. ഓക്കെ. ഇനി അതുപോലെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതു ലവണമാണ് സോഡിയം എന്നത്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണം അത് സോഡിയമാണ്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ഇനി നോക്കൂ, തൈറോയിഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണമാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ഒരു ധാതു ലവണമാണ് അയഡിൻ. അയഡിൻ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയാണ് അയഡിൻ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ. പോഷക അപര്യാപ്തത രോഗങ്ങൾ. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ശരീരത്തിലെ വരൾച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം രോഗങ്ങളെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾക്ക് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്തരം രോഗങ്ങളെ പോഷക അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഏതൊക്കെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ നോക്കിയാലോ? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്നത്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. അതുപോലെ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാവാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് എന്നത്. വായ്പുണ്ണ് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇനി നോക്കൂ, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്നത്. സ്കർവി മോണയിലെ പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവി എന്ന രോഗം. അതുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണരോഗം. അസ്ഥികളുടെ കനം കുറഞ്ഞ് വളയുന്നതാണ് ഈ കണരോഗം എന്നത്. അസ്ഥികളുടെ കനം കുറഞ്ഞ്
വളയുന്നതാണ് കണരോഗം. അത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് അനീമിയാണ്. രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയുടെ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയുടെ ലക്ഷണങ്ങൾ. അത് ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് ഗോയിറ്ററാണ്. ഗോയിറ്റർ, തൊണ്ടയിലുള്ള മുഴയാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണങ്ങൾ. അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, അടുത്തത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കാത്തതുമായ ഒരു തരം ധാന്യകമാണ് സെല്ലുലോസ് എന്നത്. എന്താണ് സെല്ലുലോസ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് സെല്ലുലോസ്. എന്നാൽ നാരുകൾ ഏതാണെന്നറിയോ? വൻകുടലുകളിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് നാരുകൾ. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പോഷകേതര ഘടകം ഏതാണ്? അത് നാരുകളാണ്. നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിന് ഉദാഹരണം തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴത്തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴത്തണ്ട്, വാഴക്കൂമ്പ് എന്നിവയെല്ലാം നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണമാണ്. ഇനി നോക്കൂ, തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അംശം. ജലത്തിൻ്റെ അംശം, ഓരോ ഭാഗങ്ങളിലും ഉള്ള ജലത്തിൻ്റെ അംശമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അംശം 85%. 85% മനുഷ്യൻ്റെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അംശം. എന്നാൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അംശം 90% വെള്ളമാണ്. 90% രക്തത്തിൽ വെള്ളമാണുള്ളത്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ജലം 25% ജലമുള്ളത്. അതുപോലെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലം എത്രയാണെന്നറിയോ? 2.5 ലിറ്ററാണ്. 2.5 ലിറ്ററാണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്നതെന്നാണ് പറയുന്നത്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിന് എന്താ പേര് വിളിക്കാന്നറിയോ? സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ് ഈ പാഠത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന വസ്തുതകളായിട്ട് പറയുന്നത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നോക്കിയാലോ? ഓക്കെ, ഇനി എല്ലാവരും റെഡി ആയിക്കോളൂ. ഒരു പേനയും പേപ്പറും ഈ വീഡിയോ ഒന്ന് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഒരു പേനയും പേപ്പറും വേണമെങ്കിൽ എടുക്കാം. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇനി ആദ്യത്തെ ചോദ്യം വായിക്കട്ടെ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ഗോയിറ്ററിൻ്റെ ലക്ഷണം എന്താണ്? ഗോയിറ്ററിൻ്റെ ലക്ഷണം എന്താണ്? രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഇനി നാലാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഇനി അഞ്ചാമത്തെ ചോദ്യം, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ഇനി ആറാമത്തെ ചോദ്യം, കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്ന മറ്റൊരു ആഹാര ഘടകം ഏതാണ്? കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്ന മറ്റൊരു ആഹാര ഘടകം ഏതാണ്? ഇനി ഏഴാമത്തെ ചോദ്യം, ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ത്വക്ക്, മോണ, രക്തകോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്നാണ് ഏഴാമത്തെ ചോദ്യം. ഇനി അടുത്തത് എട്ടാമത്തെ ചോദ്യം, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ഇനി ഒൻപതാമത്തെ ചോദ്യം, ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവെത്ര?
ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവെത്ര? അതാണ് 9ാമത്തെ ചോദ്യം. ഇനി 10ാമത്തെ ചോദ്യം, അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? 11ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? 12ാമത്തെ ചോദ്യം, വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? ഇനി 13ാമത്തെ ചോദ്യം, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? 14ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ശരീരത്തിൽ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവെത്ര? തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവെത്ര എന്നാണ് 14ാമത്തെ ചോദ്യം. ഇനി 15ാമത്തെ ചോദ്യം, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ധാന്യകം ഏതാണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ധാന്യകം ഏതാണ്? 16ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം ഏതാണ്? അടുത്തത് 17ാമത്തെ ചോദ്യം, അനീമിയയുടെ ലക്ഷണം എന്താണ്? അനീമിയയുടെ ലക്ഷണം എന്താണ്? 18ാമത്തെ ചോദ്യം, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം കാണുന്ന അപര്യാപ്തത രോഗം ഏതാണ്? വിറ്റാമിൻ സിയുടെ കുറവ് കാരണമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ് എന്നതാണ് ചോദ്യം. ഇനി 19ാമത്തെ ചോദ്യം, പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് എത്ര? 20ാമത്തെയും അവസാനത്തേതുമായ ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇത്രയുമാണ് ചോദ്യങ്ങൾ. അപ്പോൾ 20 ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഉത്തരസൂചി ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കണരോഗമാണ്. കണരോഗമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ കനം കുറഞ്ഞ് വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഈ കണരോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗോയിറ്ററിൻ്റെ ലക്ഷണം. തൊണ്ടയിലുള്ള മുഴയാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണം. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അത് കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്നാണ് വിറ്റാമിൻ കെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. ഇനി അഞ്ചാമത്തെ ചോദ്യം, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. ഇനി ആറാമത്തേത്, കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ് കൊഴുപ്പ്. ഏതാണത്? കൊഴുപ്പാണ് ഉത്തരം. ഇനി ഏഴാമത്തെ ചോദ്യം, ത്വക്ക്, പല്ല്, മോണ, രക്തകോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്നത്. വിറ്റാമിൻ സി. ഇനി എട്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ഏതാണ് ഉത്തരം? പ്രോട്ടീൻ. ഇനി ഒൻപതാമത്തെ ചോദ്യം, ഒരാളുടെ ശരീരത്തിന് അനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് എത്രയെന്നായിരുന്നു ചോദ്യം. ഉത്തരം 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. ഓക്കെ, ഇനി പത്താമത്തെ എന്തായിരുന്നു ചോദ്യം? അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തു ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ്. ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളിലുമാണ് അന്നജം ധാരാളമായിട്ട് കാണപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റാണ് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ്.
ഇനി 12ാമത്തെ ചോദ്യം എന്തായിരുന്നു? വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് വേവിക്കുമ്പോൾ പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന വിറ്റാമിനുകൾ. ഇനി 13ാമത്തെ ചോദ്യം, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം വായ്പുണ്ണാണ്. വായ്പുണ്ണാണ് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഇനി 14ാമത്തെ ചോദ്യം, തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 85%. തലച്ചോറിൽ, രക്തത്തിൽ 90%, എല്ലുകളിൽ നോക്കുകയാണെങ്കിൽ 25% വെള്ളമാണ്. ഇനി 15ാമത്തെ ചോദ്യം എന്തായിരുന്നു? 15ാമത്തെ ചോദ്യം, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകം ഏതാണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സെല്ലിലോസ് ആണ്. സെല്ലിലോസ്. ഓക്കെ. ഇനി 16ാമത്തെ ചോദ്യം എന്തായിരുന്നു? അത് രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം അഥവാ മിനറൽസ് ഏതാണ്? ഉത്തരം ഇരുമ്പ്. ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായത് ഇരുമ്പാണ്. ഇനി 17ാമത്തെ ചോദ്യം, അനീമിയ രോഗത്തിൻ്റെ ലക്ഷണം എന്താണ്? രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയ രോഗത്തിൻ്റെ ലക്ഷണം. അത് അനീമിയ എങ്ങനെയാണ് എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗമാണ് അനീമിയ രോഗം എന്നത്. ഇനി 18ാമത്തെ ചോദ്യം, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവി. ഏതാണ്? സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം. ഇനി 19ാമത്തെ ചോദ്യം, പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് എത്ര? ഒരു ദിവസം ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര എന്ന ചോദ്യം. ഉത്തരം 2.5 ലിറ്റർ ആണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന വെള്ളത്തിൻ്റെ കണക്ക്. ഇനി ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്നാണ്. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവയാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതാണ് ചോദിച്ചാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, 20 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. തെറ്റുള്ള ഉത്തരങ്ങളാണ്. നിങ്ങൾക്ക് എത്രണ്ണം തെറ്റിയെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇമ്പോസിഷനായിട്ടൊന്ന് എഴുതിക്കോളൂ. ഓക്കെ. ഇനി നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.